ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്ടോബർ മാസത്തെ ഒരു പ്ലാനറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് അധിക ചിലവുകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാനറാണ്. പ്ലാനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചട്ടയെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഇസ്ലാമിക് പ്ലാനറിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. നിങ്ങൾക്ക് സാധാ നോട്ട് ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പ്ലാനർ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ പ്ലാനർ ഉണ്ടാക്കുക, അതുപോലെയൊക്കെ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നടുക്ക് ഭാഗം വെച്ചിട്ട് നമുക്കിത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒക്ടോബർ എന്ന് എഴുതി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തെ ഒരു പ്ലാനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒക്ടോബർ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനറൊക്കെ നമ്മൾ ഓരോ മാസം ഉണ്ടാക്കുമ്പോഴും കുറച്ച് ദിവസം ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു പ്ലാനറും കാര്യമൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. കറക്റ്റ് ഒക്ടോബർ 1 മുതൽ നമുക്ക് ഈ ഒരു പ്ലാനർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഈ ഒരു പ്ലാനർ തയ്യാറാക്കി വെക്കണം. പിന്നെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഈ ഒരു ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വരക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട്. ഇവിടെ എനിക്ക് അങ്ങനെ വരക്കാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഇനി ചെറുതായിട്ട് ഞാൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ക്രയോൺസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മാസം നമ്മൾ ഓരോ പ്ലാനർ ചെയ്യുമ്പോൾ ഓരോ കളർ തീം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുക്കുന്നത്, പിന്നെ യെല്ലോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മാസം ഓരോ കളർ നമുക്ക് ചെയ്യുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, അത് കാണുമ്പോഴത്തേക്ക് ഒരു അട്രാക്ഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഓരോ മാസം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് എന്താ പറയുക, എല്ലാ ദിവസവും നല്ല പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നതിനൊരു കാരണം ഈ ഒരു പ്ലാനറാണ് കേട്ടോ. കാരണം ഈ പ്ലാനറിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ലൊരു സമാധാനവും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ദിവസങ്ങളായിരിക്കും. എല്ലാ മാസം എൻഡിൽ നമ്മൾ ഈ ഒരു പ്ലാനർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളാവായിട്ടില്ല, അതുപോലത്തെ ഇത്രയും ദിക്റുകൾ നമ്മൾ ചൊല്ലി, അല്ലെങ്കിൽ ഇത്രയും സലാത്ത് ചൊല്ലി, അത് ഓരോ ദിവസം വെച്ച് നോക്കുമ്പോഴും മന്ത്ലി നമ്മൾ ഓരോ മാസം നോക്കുമ്പോഴും നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷവും സമാധാനമാണ് കേട്ടോ തരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക നിങ്ങളുടെ വീട്ടിൽ നിസ്കരിക്കാനായ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ചെയ്തു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കാരണം കറക്റ്റായിട്ട് അവർ നിസ്കരിക്കാനൊക്കെ അവർ താല്പര്യം കാണിക്കും. ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രയർ ഈസ് ബെറ്റർ ദാൻ സ്ലീപ്പ്. ഞാനിപ്പോഴാണ് നോക്കുന്നത്, പ്രയർ ഈസ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലാണ് ഞാൻ ഈ ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ നമ്മൾ കൊടുക്കുന്നത് സെലാ ടാക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ കോളംസൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ സലാന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചെറിയൊരു പിക്ചർ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ കയ്യിലുള്ള കളർ പെൻസിലും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ നമുക്ക് പ്രയർ ഈസ് ബെറ്റർ ദാൻ സ്ലീപ്പും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതൊക്കെ നമ്മൾ എഴുതിയതൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് കാണാൻ കുറച്ചൊന്നും കൂടി ഒരു ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഓരോ നിസ്കാരത്തിൻ്റെ പേര് നമുക്ക് എഴുതി വെക്കാം. ഫജറുള്ള നിസ്കാരം, പിന്നെ ളുഹർ, അസർ, മഗ്രിബ്, ഇഷ, അതും കൂടി നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലുഹ അതുപോലെ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ കോളം വരച്ചിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം.
ഇനി ഫജറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു കോളം വരച്ചിട്ടുണ്ട് നീളത്തിൽ. അപ്പോൾ അതിൽ നമുക്കൊരു 30 റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ 30 ദിവസമാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ റൗണ്ടും ഓരോ ദിവസത്തിനായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ 30 കോളംസ് വെച്ചിട്ട് റൗണ്ട് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് നമുക്കെല്ലാം കൂടി ഒന്ന് നല്ലൊരു മാർക്കർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൽ സലാക്കോഡാണ് എഴുതാനുള്ളത്. സലാക്കോഡിൻ്റെ താഴെയായിട്ട് ഞാൻ ഡണ്ണ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് മിസ്ഡ് എന്നാണ്, നിസ്കാരം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അടുത്തത് പീരീഡ്സ് ആണ്. പീരീഡ്സ് ആകുന്ന സമയത്തുള്ള നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ കള. നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൺ എന്നുള്ളടത്ത് നമ്മൾ കണ്ടോ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു സലാഡ് ട്രാക്കറിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പം നമ്മൾ ഫജർ നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫജറിൻ്റെ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഫജർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ നിസ്കാരം മിസ്സാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് കൊടുക്കുക. പിന്നെ പീരീഡ്സിൻ്റെ ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് നിസ്കാരത്തിൻ്റെ സമയത്താണോ നമ്മുടെ നിസ്കാരം പോയതെങ്കിൽ ആ ഒരു സമയത്ത് റെഡ് കൊടുക്കുക. പിന്നെ കളയാണ്, അവിടെ ഞാൻ ബ്ലൂ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിസ്കാരം കളാ ആക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നമുക്കില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സലാക്കോഡിലുള്ള മിസ്സർ എന്നുള്ളതും കള എന്നുള്ളതും നിങ്ങൾ ഒരിക്കലും അടയാളപ്പെടുത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊരു കളർ കൊടുത്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സെക്കൻഡ് പേജ് ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ പേജിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദിക്ർ, ഖുർആൻ, സലാത്ത്, ഇത് മൂന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ഈ ഒരു ദിക്ർ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും സലാത്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഓതാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓതുന്നത് എന്താണോ അത് അടയാളപ്പെടുത്തുക. ഇതിൽ ദിക്റാണെങ്കിലും ഖുർആൻ സൂറത്തുകളാണെന്നുണ്ടെങ്കിലും സലാത്താണെന്നുണ്ടെങ്കിലും ഞാൻ അധികമൊന്നും എഴുതി ചേർത്തിട്ടില്ല. പതിയെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദീനിയായ രീതിയിൽ ചിട്ടയോടെ നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഫസ്റ്റത്തെ പ്രാവശ്യം ഒരുപാട് ദിക്റും ഒരുപാട് സ്വലാത്തും ഒരുപാട് ഖുർആനുകൾ എഴുതി വെക്കാതിരിക്കുക. അതൊരിക്കലും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ല. അപ്പോൾ കുറച്ച് നമ്മൾ എഴുതി വെക്കുക, അതനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ പതുക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ദിക്റിൽ ഞാൻ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, പിന്നെ സലാത്ത് 500 എണ്ണം, പിന്നെ ഖുർആൻ, യാസീൻ, തബാറക, വാക്കിയ, അർ-റഹ്മാൻ, പിന്നെ ചെറിയ സൂറത്ത് ഒരു 20 എണ്ണം. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ഒക്ടോബർ എന്ന് പറഞ്ഞിട്ട് 30 റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. 30 ദിവസത്തിനെയാണ്. അതുപോലെ ഡണ്ണ് അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യാം. ഈ ഒരു ഇസ്ലാമിക് പ്ലാനർ തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ നിസ്കാരവും ഓത്തും ദിക്റുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു മാസമാകുമ്പോൾ ഇതിൽ നല്ലൊരു മാറ്റം നമുക്ക് വരുത്താനും പറ്റും. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ, അസ്സലാമു അലൈക്കും.